Hi friends, Tech Saga Cityയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റിലെ ഇൻസ്പെക്ഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമ്മൾ ക്വാളിറ്റി ടൂൾസ് എന്ന് പറയുന്ന കൺട്രോൾ ചാർട്ട്സ് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ജസ്റ്റ് ഇത് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കുന്നില്ല ഇതിൽ. അപ്പോൾ എന്താണ് ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ ആൻഡ് കൺട്രോൾ, ക്വാളിറ്റി കൺട്രോൾ in terms of manufacturing എന്താണെന്ന് നമുക്ക് നോക്കാം. Quality is not an accident, but it is the result of intelligent efforts. ഒരു കോട്ട് നിന്ന് നമുക്ക് തുടങ്ങാം. ക്വാളിറ്റി എന്ന് പറയുമ്പോൾ എന്തിനാണ് നമ്മൾ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്? നമ്മുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത് എന്തിനാണ്? അതിന്റെ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ എന്തിനാണ്? എല്ലാ മാനുഫാക്ചറിങ് യൂണിറ്റിലും QC ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. നമുക്കറിയാം QC എഞ്ചിനീയേഴ്സ് ഉണ്ട്, QC ഇൻസ്പെക്ടേഴ്സ് ഉണ്ട്, ഇങ്ങനെ പല പോസ്റ്റുകളും നമുക്ക് അറിയാവുന്നതാണ്. എന്താണ് ഇവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ ക്വാളിറ്റി കൺട്രോൾ കൊണ്ട് നമ്മുടെ മാനുഫാക്ചറിങ്ങിലുള്ള ഉപയോഗം എന്താണ്? നമ്മുടെ പ്രോഡക്റ്റിന് എന്ത് ഉപയോഗം കിട്ടുന്നു? അല്ലെങ്കിൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ മാനുഫാക്ചറിങ് ആസ് എ യൂണിറ്റ് അല്ലെങ്കിൽ മാനേജ്മെന്റിന് എന്താണ് യൂസ്? What is quality? Quality is fitness for use. Different definitions are ഇതിലൊക്കെ പറയുന്നത്. The totality of features and characteristics of a product or service that bear on its ability to satisfy given need. Quality involves meeting customers' need, preferences and exceeding it. Quality also encompasses people, process and environment. Quality എന്ന് പറയുന്നത് നമുക്ക് ഒരു പ്രോഡക്റ്റ്, നമ്മൾ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മളെ പ്രോഡക്റ്റിനെ സംബന്ധിച്ച് നമ്മൾ ആസ് എ കസ്റ്റമറിന് ആവശ്യം, നീഡ്, പ്രിഫറൻസ് ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? ഒരു ക്വാളിറ്റി സാധനമാണെന്ന് പറയും, ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് ആണെന്ന് പറയും. സോ അതാണ് ബേസിക്കലി ക്വാളിറ്റി എന്നുള്ളത്. ഡെഫിനിഷൻ നമുക്ക് മനസ്സിലായല്ലോ, നമുക്ക് അതിന്റെ ഡെഫിനിഷനിലേക്ക് കിടക്കേണ്ട ആവശ്യമില്ല. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ക്വാളിറ്റി പറഞ്ഞാൽ ഇറ്റ്സ് ഫിറ്റ്നസ് ഫോർ യൂസ്, അല്ല നമുക്ക് യൂസ് ചെയ്യാനുള്ള ഫിറ്റ്നസ് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ നീഡിനും പ്രിഫറൻസിനും അനുസരിച്ച് ആസ് എ കസ്റ്റമർ നമ്മുടെ നീഡിനും പ്രിഫറൻസും അനുസരിച്ചിട്ട് ആ പ്രോഡക്റ്റിന് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ആ സർവീസ് നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ്. What is quality control? Those planned and systematic actions which provides a mean to control and measure the characteristics of a product, process or a service to established requirements. Quality control എന്ന് പറയുമ്പോൾ അതായത് നമ്മളൊരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസോ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യും, അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ നമ്മൾ നിർമ്മിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യണം. ക്വാളിറ്റി എൻഷുർ ചെയ്യാനുള്ള മെഷേഴ്സ് അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ആക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. Why quality control? Manufacturing process is a repetitive process depending on both controllable and non-controllable factors. This produces deviation in the quality of the product. എന്തുകൊണ്ട് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുമ്പോൾ മാനുഫാക്ചറിങ് നമുക്കറിയാം, മാനുഫാക്ചറിങ് ഒരു റെപ്പറ്റേറ്റീവ് പ്രോസസ് ആണ്. അതിൽ പല ഫാക്ടേഴ്സുകളുണ്ട്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതും നോൺ കൺട്രോളബിൾ ആയിട്ടുള്ള പല പല ഫാക്ടേഴ്സുകൾ ചേർന്നാണ് ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ തീർച്ചയായും ആ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ഡീവിയേഷൻ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ബിക്കോസ് അത് മാൻ, മെഷീൻ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു സിസ്റ്റമാണ്, ഒരു വലിയൊരു സിസ്റ്റമാണ് നമ്മൾ മാനുഫാക്ചറിങ് പ്രോസസ് എന്ന് പറയുന്നത്. സോ ഒബ്വിയസ്ലി നമുക്ക് അതിൽ എന്താണ്, പ്രോഡക്റ്റിനോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിലോ എന്തെങ്കിലും ഒരു ഡീവിയേഷൻ സംഭവിക്കാറുണ്ട്. സോ അപ്പോൾ ഈ ഒരു ഡീവിയേഷൻ നമ്മൾ നോക്കിയിട്ട് നമ്മൾ അതിന് എന്ത് റെമഡിയൽ കൊടുക്കാൻ പറ്റും, ഇതാണ് നമ്മൾ ക്വാളിറ്റി കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്വാളിറ്റി കൺട്രോൾ അല്ലെങ്കിൽ QC ഈസ് ദ പ്രോസസ് ഓഫ് വെരിഫിക്കേഷൻ ഓർ കറക്ഷൻ ഓഫ് ദി ക്വാളിറ്റി ഓഫ് ദി പ്രോഡക്റ്റ് വെൻ ഡീവിയേഷൻസ് ആർ ഫൗണ്ട് ടു ബി മോർ ദാൻ എക്സ്പെക്റ്റഡ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു, നമുക്ക് എല്ലാത്തിനും ഒരു എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ ബെഞ്ച് മാർക്ക് എന്നുള്ള രീതി ഉണ്ട്. ആ എക്സ്പെക്ടേഷനിലും മുകളിലായിട്ടൊരു ഡീവിയേഷൻ കാണുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്വാളിറ്റി കൺട്രോളിലൂടെ അതിനെ ചെക്ക് ചെയ്ത് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റീവ് മെഷേഴ്സ് നമ്മൾ എടുക്കുന്നു.
Quality control as per ISO. ISO പറയുന്നത് എന്താണ് അതിന്റെ definition? The operational techniques and activities that are used to satisfy quality requirements. അതാണ് quality control. അത്രേ ഉള്ളൂ. The operational techniques and activities that are used to satisfy quality. നമ്മുടെ വേണ്ട quality requirementനെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ എടുക്കുന്ന സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ ടെക്നിക്കാണ് നമ്മൾ എന്ത് പറയുന്നത് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. So quality control system verifies and maintains desired level of quality in an existing product or service by careful planning, use of proper equipments and continued inspection and corrective action. നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസിന്റെ എന്താണ് ഡിസൈഡ് ആയിട്ടുള്ള ലെവൽ ഓഫ് ക്വാളിറ്റി നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമ്മൾ കറക്റ്റ് ആയിട്ട് അതിനെ പ്ലാൻ ചെയ്ത് പ്രോപ്പർ എക്യുപ്മെന്റ്സും പ്രോസസ്സും യൂസ് ചെയ്യുക, സ്ഥിരമായി ഇൻസ്പെക്ട് ചെയ്യുക. എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഡീവിയേഷൻ ഉണ്ടെങ്കിൽ വി ഷുഡ് ടേക്ക് ഇമ്മീഡിയറ്റ് റെമഡിയൽ അല്ലെങ്കിൽ കറക്റ്റീവ് ആക്ഷൻ. Objectives of QC: it is to provide products which are dependable, satisfactory and economical, to ensure economic production of products of uniform quality acceptable to the customer. എക്കണോമിക് പ്രൊഡക്ഷനിലൂടെ യൂണിഫോം ക്വാളിറ്റി എല്ലാ നമ്മുടെ ഒരു പ്ലാന്റിൽ നിന്ന് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് ഇറങ്ങുന്ന എല്ലാ പ്രോഡക്റ്റിനും യൂണിഫോം ആയിട്ടുള്ള ക്വാളിറ്റി ചെക്കിങ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ ആദ്യത്തെ ബാച്ചിന് ഒരു ക്വാളിറ്റി, രണ്ടാമത്തെ ബാച്ചിന് അങ്ങനെയല്ലേ, നമ്മൾ ഇറക്കുന്ന ആ എല്ലാ ബാച്ചിനും യൂണിഫോം ആയിട്ടുള്ള ക്വാളിറ്റി ചെക്കിങ് ക്വാളിറ്റി ചെക്കിങ് നടന്നിരിക്കണം. എയിംസ് അറ്റ് പ്രിവെന്റിംഗ് ദ ഡിഫെക്ട്സ് rather than detecting the ഡിഫെക്ട്സ്. അപ്പോൾ QCയുടെ മെയിൻ ആയിട്ടൊരു കാര്യമാണ് നമ്മൾ ഡെഫിനിഷനിൽ പറയുന്നത് പോലെ ഡിഫക്റ്റുകളെ ഡിറ്റക്ട് ചെയ്യുന്നതിനേക്കാളും ഡിഫക്റ്റുകളെ പ്രിവെന്റ് ചെയ്യാനായിരിക്കണം മെയിൻ ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. എയിംസ് അറ്റ് പ്രിവെന്റിംഗ് ദ ഡിഫെക്ട്സ് rather than detecting the defects. ഡിഫെക്ട്സ് ഡിറ്റക്ട് ചെയ്യുന്നതിനേക്കാളും ആ ഡിഫെക്ട്സ് വരാതെ പ്രിവെന്റ് ചെയ്യാനായിരിക്കണം ഇതിന്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. സിഗ്നിഫിക്കൻസ് ഓഫ് ക്വാളിറ്റി എന്താണ് ഇത് നമുക്ക് കിട്ടുന്നത്? അപ്പോൾ നല്ലൊരു ക്വാളിറ്റി മെഷേഴ്സ് അല്ലെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നത്? ഫസ്റ്റ് വൺ, കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. കോസ്റ്റ് നമുക്ക് വളരെയധികം കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും നമ്മൾ നേരായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അതിന്റെ പ്രോഫിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാക്സിമൈസ് ചെയ്യാൻ പറ്റും. ഇൻക്രീസ് ഇൻ ഓപ്പറേഷണൽ എഫിഷ്യൻസി, നമുക്ക് ഓപ്പറേഷണൽ എഫിഷ്യൻസി കൂട്ടാൻ പറ്റും. ദെൻ നെക്സ്റ്റ്, മാക്സിമം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് ഏതൊരു ബിസിനസ്മാന്റെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷന്റെ മെയിൻ പ്രയോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ കൂട്ടാൻ പറ്റും. ദെൻ ഗുഡ് വിൽ ആൻഡ് ഇമേജ് ഓഫ് ദ എന്റർപ്രൈസ്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ് വിൽക്കുന്നു നമുക്ക് ഉള്ളൊരു ആ ഒരു ഗുഡ് വിൽ ഇമേജ് നമുക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പണ്ട് പറയാന്നല്ലോ ഇത് ആള് ജപ്പാനാണെന്ന് പറയാം. കാരണം ജപ്പാനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റുകൾ, ഫോർ എക്സാമ്പിൾ ഇലക്ട്രോണിക് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റിയാണ്. ദേ ഹാവ് സീറോ എറർ എന്നുള്ള അല്ലെങ്കിൽ സീറോ ഡിഫക്റ്റ് എന്ന് പറയുന്ന ഒരു എന്താണ് വിഷനിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവരുടെ ഓരോ പ്രോഡക്റ്റ് ഒരു ഡിഫക്റ്റും ഉണ്ടാകാതെ ആണ് അവർ പ്രോഡക്റ്റ് നിർമ്മിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾക്ക് അവിടെ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, ജപ്പാനിലെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി എന്ന് പറയുന്നത്. സോ അതൊരു ഗുഡ് വിൽ ഇമേജ് ആണ്. അതുപോലെ നമ്മളുടെ എന്റർപ്രൈസിന് അല്ലെങ്കിൽ നമ്മുടെ ഒരു കമ്പനിക്ക് ഗുഡ് വിൽ ഇമേജ് നൽകാൻ കഴിയും ഈ ക്വാളിറ്റി. ദെൻ ഇൻഷുറൻസ് അഗൈൻസ്റ്റ് ഹെവി ലോസസ്. ഇപ്പം നമ്മൾ ക്വാളിറ്റി ചെക്കിങ്, ക്വാളിറ്റി കൺട്രോൾ ആണെങ്കിൽ നമ്മൾ സ്ഥിരം ഇൻസ്പെക്ഷൻ ചെയ്യും. നമ്മൾ മെഷീനും മറ്റു കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ഷൻ ചെയ്യുന്നത് എന്തെങ്കിലും അപകടം പറ്റാനുള്ള ചാൻസ് കുറയും. അതോട് തന്നെ നമുക്ക് ഹെവി ലോസസ് ഒന്നും ഉണ്ടാകാതിരിക്കാൻ ഉണ്ടാകത്തില്ല. സോ നമുക്ക് ആ ഒരു ഹെവി ലോസിന്റെ ഒരു പ്രശ്നം നമുക്ക് വരുന്നില്ല. ദെൻ പ്രൊമോട്ട്സ് എംപ്ലോയീസ് പ്രൊഡക്ടിവിറ്റി ആൻഡ് മൊറാലെ. ഫുൾ ചെക്കിങ്, നമ്മുടെ ഇറക്കുന്ന പ്രോഡക്റ്റ് എന്താണ് നല്ല പ്രോഡക്റ്റ് ആണ് എന്നൊക്കെ നമ്മളുടെ വർക്കറിനും മനസ്സിലാകുമ്പോൾ അവരുടെ എന്താണ് പ്രൊഡക്ടിവിറ്റിയും കൂടെ അവരുടെ മൊറാലയും കൂടെ. ഇപ്പം നമ്മളൊരു തരമാണ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് ആ വർക്കറിനും തോന്നും, ഓ നമ്മൾ എന്താണ് മാനേജ്മെന്റ് തന്നെ പറയുന്നു ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനാണ് കൂടുതൽ എഫേർട്ട് എടുക്കുന്നുള്ള രീതിയിൽ അവരുടെ ഒരു മൊറാലെ ഇല്ല. പക്ഷെ നമ്മൾ ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഇറക്കുന്നത്, കസ്റ്റമറിന് നല്ല പ്രോഡക്റ്റ് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ എംപ്ലോയീസിനും വർക്കേഴ്സിനും അവരുടെ ഒരു എന്താണ് മൊറാലെ
കൂട്ടാനും പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും സഹായിക്കും. Then QC inspection. The ISO standard defines inspection as the activity of measuring, examining, testing one or more characteristics of a product or service and comparing the results with the specified requirements in order to establish whether conformity is achieved for each characteristics. Okay, inspection എന്താണ്? ഇത് നമുക്കറിയാം. നമ്മളൊരു പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ ഒന്നോ അതിൽ കൂടുതലോ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ മെഷർ ചെയ്യുന്നു, എക്സാമിൻ ചെയ്യുന്നു, ടെസ്റ്റ് ചെയ്യുന്നു. ഇതെല്ലാം ചെയ്തതിന് ശേഷം നമുക്കൊരു സ്പെസിഫൈഡ് റിക്വയർമെൻ്റ് ഉണ്ട്. സ്പെസിഫൈഡ് റിക്വയർമെൻറ്റുമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ റിസൾട്ടുമായിട്ട് കമ്പയർ ചെയ്യുന്നു. സോ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ഓരോ ക്യാരക്ടറിസ്റ്റിക്സും ഇതിനുമായിട്ട് എന്ത് ചെയ്ത് കൺഫേം ആണോ, അതല്ലെങ്കിൽ എന്താണ് കറക്റ്റ് ആകുന്നു, ആ സ്പെസിഫൈഡ് റിക്വയർമെൻറ്റുമായിട്ട് ചേർന്ന് നിൽക്കുന്നു എന്ന് അറിയാൻ പറ്റും. ഇതാണ് QC ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. QC ത്രൂഔട്ട് പ്രൊഡക്ഷൻ സിസ്റ്റത്തിലെ ഒരു ബ്ലോക്ക് ഡയഗ്രാം അല്ലെങ്കിൽ കാണിച്ചിരിക്കുകയാണ്. ഇൻപുട്ട്, കൺവേർഷൻ, ഔട്ട്പുട്ട്. അപ്പോൾ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ റോ മെറ്റീരിയൽ, പാർട്സ്, സപ്ലൈസ് ഇതെല്ലാം ഉണ്ട്. അവിടെ കൺട്രോൾ ചാർട്ടും അക്സെപ്റ്റൻസ് പ്ലാൻസ്. അവിടുത്തെ ക്വാളിറ്റി ഓഫ് ഇൻപുട്ട് എന്ന് പറയുന്നത് ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. പ്രൊഡക്ഷൻ പ്രോസസ് കൺട്രോൾ ചാർട്ട്. ദെൻ quality of the output, product and services. Basically നമുക്ക് ഇൻപുട്ട്, കൺവേർഷൻ, ഔട്ട്പുട്ട്, അതായത് ഇൻപുട്ട് വെച്ച് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്ത് ഔട്ട്പുട്ടിലേക്ക് പോകുന്നു. അതായത് റോ മെറ്റീരിയൽ നിന്ന് പ്രൊഡക്ഷൻ പ്രോസസ്സ് വഴി നമ്മളൊരു പ്രോഡക്റ്റ് നമ്മൾ നിർമ്മിക്കുന്നു. അപ്പോൾ ഓരോ ഇടത്തും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ പ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ നമ്മൾ ക്വാളിറ്റി ചെക്കിങ് ചെയ്യുന്നു. അതായത് ഇൻപുട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ, റോ മെറ്റീരിയൽ കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ക്വാളിറ്റി ചെക്കിങ് ഉണ്ട്. അത് ക്വാളിറ്റി ഓഫ് ഇൻപുട്ട് എന്ന് പറയും. ഇൻപുട്ട്സിൽ നടക്കുന്ന ക്വാളിറ്റി ചെക്കിങ്. ദെൻ കൺവേർഷൻ, അതായത് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു ക്വാളിറ്റി ചെക്കിങ് നടക്കുന്നുണ്ട്. ഓൾസോ ഔട്ട്പുട്ട്, അതായത് പ്രോഡക്ട്സ് ആൻഡ് സർവീസ് ഔട്ട്പുട്ട് കിട്ടുമ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ക്വാളിറ്റി ഓഫ് ഔട്ട്പുട്ട്സ് എന്ന് പറയും. പ്രീ പ്രൊഡക്ഷൻ QC ഇൻസ്പെക്ഷൻ. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഇൻസ്പെക്ഷൻസ്. നമുക്ക് എവിടെയൊക്കെ ഇതിൻ്റെ QC ഇൻസ്പെക്ഷൻ നടത്താം. QC ഇൻസ്പെക്ഷൻ നടത്തിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, QC കൺട്രോൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ QCയിലേക്ക് വരുന്നത്, ക്വാളിറ്റി കൺട്രോളിലേക്ക് വന്നത്. ഫസ്റ്റ് ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ഷൻ ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ എന്ത് ചെയ്യുന്നത്, മെഷേഴ്സ് എടുക്കുന്നത്. നമ്മൾ എന്തൊക്കെയാണ് അതിൻ്റെ റെമഡിയൽ മെഷേഴ്സ് നടക്കുന്നത്. ഓക്കെ, പ്രീ പ്രൊഡക്ഷൻ QC ഇൻസ്പെക്ഷൻ എന്താണ് ചെയ്യുന്നത്? ടു ഡിക്രീസ് ക്വാളിറ്റി റിസ്ക് ദ ഇൻപുട്സ് ക്യാൻ ബി ഇൻസ്പെക്റ്റഡ് പ്രയർ ടു പ്രൊഡക്ഷൻ. എന്തെങ്കിലും ക്വാളിറ്റി റിസ്ക് ഉണ്ടാകുന്നതിന് നമ്മൾ പ്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം ചെക്ക് ചെയ്യുന്നതിനേക്കാളും നമുക്ക് എന്ത് ചെയ്യാം, റോ മെറ്റീരിയൽ വരുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഇൻപുട്ട്, അതായത് റോ മെറ്റീരിയൽ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ പിന്നെ പ്രൊഡക്ഷനിലേക്ക് പോകണ്ടേ. അപ്പം ലോ ക്വാളിറ്റി ആയിട്ടൊരു റോ മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും, ലോ ക്വാളിറ്റി ആയിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് തന്നെ അതിനെ റിജക്റ്റ് ചെയ്യാം. പ്രൊഡക്ഷനിലേക്ക് കയറ്റും മുമ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, റോ മെറ്റീരിയലിനെ നമുക്ക് റിജക്റ്റ് ചെയ്യാം. സാമ്പിൾസ് ആർ റാൻഡംലി ടേക്കൺ ആൻഡ് ചെക്ക്. അപ്പം എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബാച്ച് വരുമ്പോൾ നമ്മളത് റാൻഡമായിട്ട് നമ്മൾ അതിൻ്റെ സാമ്പിൾ എടുക്കുന്നു, ചെക്ക് ചെയ്യുന്നു. ആൻ എക്സ്പീരിയൻസ്ഡ് ഇൻസ്പെക്ടർ എക്സാമിൻസ് ദ സാമ്പിൾ ഓർ പ്രോട്ടോടൈപ്പ് ടു മേക്ക് ഷുവർ ദാറ്റ്. ഓക്കെ, എക്സ്പീരിയൻസ് ഇൻസ്പെക്ടറാക്കി ഇത് ചെക്ക് ചെയ്യുന്നു, ഒരു സാമ്പിൾ അതിൽ നിന്ന് എടുത്തിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിൽ നോക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ റോ മെറ്റീരിയൽ മീറ്റ് ദി സ്പെസിഫൈഡ് സ്റ്റാൻഡേർഡ്, നമ്മൾക്ക് കിട്ടുന്ന ഇൻപുട്ട് കറക്റ്റ് സ്പെസിഫൈഡ് സ്റ്റാൻഡേർഡ്സ് കീപ്പ് അപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. വെദർ ഡെവലപ്മെന്റ് ടീം ഹാസ് ക്ലിയർലി കമ്മ്യൂണിക്കേറ്റഡ് ദ റിക്വയർമെന്റ്സ് ടു ദി മാനുഫാക്ചറിങ് ടീം. ക്ലിയർ ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം മാനുഫാക്ചറിങ് ടീമിനെ അറിയിച്ചിട്ടുണ്ടോ. വെദർ എക്യുപ്മെന്റ്സ് ഫോർ മാസ് പ്രൊഡക്ഷൻ ഈസ് സിമിലർ ടു ദാറ്റ് ഫോർ മേക്കിംഗ് പ്രോട്ടോടൈപ്പ്. അപ്പം നമുക്ക് ഇപ്പോൾ റോ മെറ്റീരിയൽ ആകും കിട്ടുന്ന, അല്ലെങ്കിൽ ഒരു പ്രോട്ടോടൈപ്പ് ആയിരിക്കും കിട്ടുന്നത്. ഇതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, മാനുഫാക്ചർ ചെയ്യണം. അപ്പം പുള്ളിക്ക് അത് നോക്കാം. ഈ പ്രോട്ടോടൈപ്പ് പോലെ തന്നെ നമുക്ക് മാസ് പ്രൊഡക്ഷന് ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ് ഇവിടെ ഉണ്ടോ, ആ കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും ഒരു മെയിനായിട്ട് നമുക്ക് പ്രീ പ്രൊഡക്ഷൻ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. റോ മെറ്റീരിയൽ ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്താണ് പ്രോട്ടോടൈപ്പ് ചെക്ക് ചെയ്യാം. ആ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാനുള്ള മെഷീൻസ് ഇവിടെ ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കാം. ഡെവലപ്മെന്റ് ടീമിന് എന്താണ് കറക്റ്റ് റിക്വയർമെന്റ് ടീം മാനുഫാക്ചറിങ് ടീമുമായിട്ട്, ഡെവലപ്മെന്റ് ടീമും മാനുഫാക്ചറിങ് ടീമുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആണോ, ഇതെല്ലാം അവർ ചെക്ക് ചെയ്യും.
pre-production. ഇതിനാണ് pre-production QC inspection എന്ന് പറയുന്നത്. അതായത് pre-production എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷന് കയറ്റും മുമ്പേ, പ്രൊഡക്ഷനിലേക്ക് കയറ്റും മുമ്പേ നമ്മുടെ ഇൻപുട്ട് ലെവലിൽ നടക്കുന്ന ഇൻസ്പെക്ഷൻ ആണ്. നെക്സ്റ്റ് ഇൻ പ്രോസസ് ഇൻസ്പെക്ഷൻ, അതായത് ഇൻപുട്ട് ഓക്കെ ആയി, ക്വാളിറ്റി ഓക്കെ പറഞ്ഞു നമ്മൾ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് കയറ്റി വിടുന്നു. അവിടെ നടക്കുന്ന ഇൻസ്പെക്ഷൻ ആണ് ഇൻ പ്രോസസ് ഇൻസ്പെക്ഷൻ. The first products that got out of the line are inspected for conformity. പ്രോസസ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ഒബ്ജക്റ്റ്, ആ പ്രോഡക്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ അതിനെ ഇൻസ്പെക്ഷൻ ചെയ്യുന്നു. If issues are raised at this stage, the factory can immediately take actions and avoid delays. ആദ്യത്തെ ഒരു പ്രോഡക്റ്റ് വരുമ്പോൾ തന്നെ നമുക്കത് ചെക്ക് ചെയ്യാതെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ എന്തെങ്കിലും റെമഡിയൽ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റീവ് മെഷേഴ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇൻ പ്രോസസ് പ്രോഡക്ട്സ് ആർ റെയർലി ചെക്ക്ഡ് ആസ് ഇറ്റ് ടേക്സ് ടെക്നീഷ്യൻ ടു റിലയബിളി ഡിറ്റക്ട് എറേഴ്സ് ഓൺ അൺഫിനിഷ്ഡ് പ്രോഡക്ട്സ്. Okay. Inspect the test results from in-process tests performed for conformance with established sampling and testing protocol. അതായത് നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ പല കാര്യങ്ങളും നമ്മൾ നോക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഇവാലുവേറ്റ് ദ ടെസ്റ്റ് ഫോർ വെയിറ്റ് വേരിയേഷൻ, ഹാർഡ്നെസ്. ഇത് നമ്മുടെ പ്രോട്ടോടൈപ്പുമായിട്ട് അല്ലെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് ഫൈനൽ പ്രോഡക്റ്റ് കിട്ടാവുന്ന അതിൻ്റെ പല സാമ്പിൾസും അതിൻ്റെ റീഡിങ്സും സ്പെസിഫിക്കേഷനുമായിട്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നത്. Inspection must confirm that the in-process tests were done as is described in the plan and ascertain that the results are within specification. അപ്പം അവിടെ എന്താണ് ചെയ്യുന്നതെന്ന് പറയുന്നത്, അപ്പോൾ എല്ലാത്തിനും നമ്മൾ പ്ലാനിനനുസരിച്ചിട്ട് ആണോ, ഇൻ പ്രോസസ് ടെസ്റ്റ് ഒക്കെ നടത്തിയതിന് ശേഷം നമ്മുടെ പ്ലാനിനനുസരിച്ചിട്ടുള്ളതാണോ നമുക്ക് കിട്ടിയത്, അതിൻ്റെ കിട്ടിയ റിസൾട്ട് നമ്മൾ നേരത്തെ സ്പെസിഫൈ ചെയ്ത പോലത്തെ പ്രോഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻ തന്നെയാണോ, ഇതൊക്കെയാണ് നമ്മൾ ഇൻ പ്രോസസ് നടക്കുക. അതായത് ആ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ് എടുത്ത് ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ സ്പെസിഫിക്കേഷൻ ആയിട്ട് അതിനെ കമ്പയർ ചെയ്യുന്ന പ്രോസസ്സാണ്. ക്ലാസിഫിക്കേഷൻ, ഇൻ പ്രോസസ് ഇൻസ്പെക്ഷൻ്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ്? ട്രയൽ റൺ ഇൻസ്പെക്ഷൻ, ഓപ്പറേഷൻ തുടങ്ങും മുമ്പ് തന്നെ നമ്മൾ ടൂൾസും മെഷീൻസ് എല്ലാം ചെക്ക് ചെയ്യും. അതാണ് ട്രയൽ റൺ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. ടൂൾസ് ആൻഡ് മെഷീൻസ് ആർ ചെക്ക്ഡ് ബിഫോർ ഓപ്പറേഷൻ. രണ്ടാമത്തെ ഫസ്റ്റ് ഓഫ് ഇൻസ്പെക്ഷൻ. The items produced in the first production run are inspected and examined with respect to section. അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഓപ്പറേഷൻ തുടങ്ങുമ്പോൾ ടൂൾസ് മെഷീൻസ് ഒക്കെ ചെക്ക് ചെയ്യുന്നു, നമുക്ക് ആവശ്യമുള്ളതൊക്കെയാണോ. രണ്ടാമത് ഫസ്റ്റ് ഓഫ് ഇൻസ്പെക്ഷൻ, അതായത് ആദ്യം പ്രൊഡക്ഷനിൽ നിന്ന് വരുന്ന ഫസ്റ്റ് എക്യുപ്മെന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ചെക്ക് ചെയ്തിട്ട് നമുക്ക്, അതാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന അതിൻ്റെ എന്താണ്, കോപ്പികളാണ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ക്ലോണാണ് വരുന്നത് നമുക്ക് പറയാം. അപ്പം ആദ്യം ആ ഒരു പ്രോഡക്റ്റ് കിട്ടിക്കഴിഞ്ഞ് നമ്മൾ അതിനെ ചെക്ക് ചെയ്ത് ഇൻസ്പെക്ട് ചെയ്ത് എക്സാമിൻ ചെയ്ത് നമ്മൾ എന്താണ്, നമുക്ക് വേണ്ട സ്പെസിഫിക്കേഷനിലാണോ ഐറ്റം ആദ്യത്തെ പ്രോഡക്റ്റ് നമുക്ക് കിട്ടിയെന്ന് ചെക്ക് ചെയ്യും. എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഉടനെ തന്നെ സ്റ്റോപ്പ് ചെയ്യും. വീണ്ടും പ്രോഡക്റ്റ് ഒന്നും വരാതെ സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ അതിൻ്റെ കറക്റ്റീവ് മെഷേഴ്സ് എടുത്തതിന് ശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. അതുകൊണ്ട് ഫസ്റ്റ് പ്രോഡക്റ്റ് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുന്നതാണ് ഫസ്റ്റ് ഓഫ് ഇൻസ്പെക്ഷൻ. നെക്സ്റ്റ്, ഇൻസ്പെക്ഷൻ ബൈ സെൽഫ് കൺട്രോൾ ഡൺ ബൈ ഓപ്പറേറ്റേഴ്സ് കൺട്രോളിങ് ഓപ്പറേഷൻസ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് പ്രൊഡക്ഷൻ. ഓപ്പറേറ്റേഴ്സ് ഇടയ്ക്കിടയ്ക്ക് നടത്തുന്ന ഇൻസ്പെക്ഷൻ, അത് ആ ഓപ്പറേഷൻസ് നമുക്ക് എന്തൊക്കെ ആ മെഷീനിൽ നടക്കുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ. ദെൻ ഡീസെൻട്രലൈസ്ഡ് ഇൻസ്പെക്ഷൻ, അതായത് സെമി ഫിനിഷ്ഡ് ആയിട്ടുള്ള ഗുഡ്സ് ആ ഇൻസ്പെക്ഷൻ ഒരു പ്രൊഡക്ഷൻ ലൈൻ ആയിരിക്കുമെങ്കിൽ അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻസ്പെക്ട് ചെയ്യുന്നു. അതായത് ആ ഒരു പ്രോഡക്റ്റ് എന്താണ് അതിൻ്റെ ഒരു ഇൻലൈൻ അല്ലെങ്കിൽ വൺ ലൈൻ ഒരു പ്രൊഡക്ഷൻ ലൈനിലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അതിനെ ഒന്ന് ചെക്ക് ചെയ്യുന്നു, മെഷീനിൽ ചെക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ആ പ്രൊഡക്ഷൻ ലൈനിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഡീസെൻട്രലൈസ്ഡ് ഇൻസ്പെക്ഷൻ. ഇന്ന സ്ഥലത്ത് നിന്നില്ല, നമുക്ക് എപ്പോഴാണോ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നത് നമുക്ക് അവിടെ വെച്ച് നമുക്ക് അതിനെ ഇൻസ്പെക്ട് ചെയ്യാം. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സെൻട്രലൈസ്ഡ് ഇൻസ്പെക്ഷൻ. There can be single inspection unit for whole plant. എല്ലാത്തിനും വേണ്ടിയിട്ടൊരു സിംഗിൾ ഇൻസ്പെക്ഷൻ യൂണിറ്റ് ആണ്. For each section can have inspection unit to inspect items.
അപ്പോൾ ഇൻസ്പെക്ഷൻ സ്റ്റാഫ് ഈസ് മോർ എക്സ്പീരിയൻസ് ആൻഡ് സ്കിൽഡ് ഇൻ. അപ്പം സെൻട്രലൈസ്ഡ് ഇൻസ്പെക്ഷൻ ആണ്, എല്ലാം ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് ആ ഹോൾ പ്ലാന്റ് നോക്കേണ്ട. അപ്പം എന്തായിരിക്കണം, മോർ എക്സ്പീരിയൻസ്ഡും സ്കിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റാഫുകളായിരിക്കണം സെൻട്രലൈസ്ഡ് ഇൻസ്പെക്ഷനിൽ വരാൻ. Then sophisticated and reliable instruments and techniques are used to measure the quality. High product and the high end machines ആയിരിക്കും നമ്മളത് ഇതിൻ്റെ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരെ ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ സോ ഹെൻസ് സെൻട്രലൈസ്ഡ് ഇൻസ്പെക്ഷൻ ഈസ് റിലയബിൾ ആൻഡ് ആക്യുറേറ്റ് ആയിരിക്കും. അത്രയും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റും ടെക്നിക്സും ഒക്കെയാണ് ഇവിടെ അവർ യൂസ് ചെയ്യുന്നത്. QC inspection in production. Component dominant. Incoming material must be checked for requirement. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. പിന്നെ ആദ്യത്തെ കമ്പോണന്റ്, അതായത് റോ മെറ്റീരിയലും അല്ലെങ്കിൽ വരുന്ന മെറ്റീരിയലിനെ നമ്മൾ സ്പെസിഫിക്കേഷനുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം. Then setup dominant. An operation once set at a level remains at that level for long. Hence products produced initially found free from defects and conforming to specification, then the operation can be clear. So setup dominant, നമ്മൾ നേരത്തെ ഇൻ പ്രോസസ് എന്ന് പറഞ്ഞ ആ ഒരു സെറ്റപ്പ് തന്നെയാണ്. Then machine dominant. Operation drift away from initial setup level as operation proceeds, hence needs periodic inspection for correcting setup. മെഷീൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുക. Operator dominant. A certain portion of job is entirely influenced by operator skill. അപ്പോൾ അതൊരു ഫാക്ടറാണ്. ഓപ്പറേറ്ററിൻ്റെ സ്കില്ലും കൂടെ ഇതിനെന്താണ് നമ്മുടെ ക്വാളിറ്റിയുമായി ബാധിക്കുന്ന കാര്യമാണ്. Then information dominant. All the information and including the SOP's nature of job is given to the concerned person. Then record dominant. ഇതെല്ലാം റിട്ടേൺ റെക്കോർഡ് ആൻഡ് ഡോക്യുമെന്റേഷൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. ഇനി ഇൻസ്പെക്ഷൻ 4M's ഇൻസ്പെക്ഷൻ എങ്ങനെ ചെയ്യുന്നത്. 4M എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മെഷീൻ, then method or process, third materials, and then resource, human resource. So first machine എന്ന് പറയുമ്പോൾ inspection should confirm that preventive maintenance, cleaning, adjustment, etc. are performed. മെഷീൻ്റെ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ്. അതായത് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് മെയിൻ്റനൻസ് വരും മുമ്പ് തന്നെ നമുക്ക് ഒരു മുൻകരുതൽ എടുക്കാൻ പറ്റും. ദെൻ ക്ലീനിങ്, അഡ്ജസ്റ്റ്മെൻറ്റ് ഇതെല്ലാം ചെയ്തു എന്ന് നോക്കണം. Then machine usage, maintenance, calibration logs, repair records should be examined. ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കണം. മെഷീൻ യൂസേജ്, മെയിൻ്റനൻസ്, കാലിബ്രേഷൻ ലോഗ്, റിപ്പയർ റെക്കോർഡ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു എപ്പോഴാണ് നമുക്ക് ചിലപ്പം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇത്ര കിലോമീറ്റേഴ്സ് മീൻസ് എന്താ പറയുക, ഇത്ര റെവല്യൂഷൻസ് എന്നോ അല്ലെങ്കിൽ നമുക്ക് മെഷീൻ ഇത്ര നാൾ വർക്ക് ചെയ്തെങ്കിൽ ഇത്ര ടൈം വർക്ക് ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അനുസരിച്ച് നമുക്ക് അടുത്ത് എപ്പോഴായിരിക്കും ഇതിൻ്റെ നെക്സ്റ്റ് റീപ്ലേസ്മെൻറ്റ് വരിക, മെഷീനിൻ്റെ ഏതെങ്കിലും സ്പെയർ പാർട്സ് റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ വരിക, അല്ലെങ്കിൽ നെക്സ്റ്റ് റിപ്പയർ നമുക്ക് ഏത് മാസം ചെയ്യേണ്ടി വരും. ഇതൊക്കെ നമുക്ക് ഈ ഒരു റെക്കോർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വെരിഫൈ ദാറ്റ് ദ എക്യുപ്മെന്റ്സ് വെയർ ഇൻ ഗുഡ് വർക്കിംഗ് ഓർഡർ അറ്റ് ദ ടൈം ദ ബാച്ചസ് വെയർ അനലൈസ്ഡ്. എക്യുപ്മെന്റ്സ് ഒക്കെ ഗുഡ് വർക്കിംഗ് കണ്ടീഷനാണ് ഇന്നത്തെ കാര്യങ്ങൾ നോക്കുക. അടുത്ത M എന്ന് പറയുന്നത് മെത്തേഡ് ഓർ പ്രോസസ്. Information regarding validation of methods should be carefully evaluated. All processes that may cause deviation to the device specification and all validated processes must be monitored and controlled. അതായത് ഡിവൈസിൻ്റെ സ്പെസിഫിക്കേഷൻ എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് വാലിഡേറ്റ് ചെയ്യണം, മോണിറ്റർ ചെയ്ത് കൺട്രോൾ ചെയ്യണം. ഇപ്പോൾ സോഫ്റ്റ്വെയർ കൺട്രോൾഡ് പ്രോസസ്സ് ആണെങ്കിൽ സോഫ്റ്റ്വെയർ വാലിഡേറ്റഡ് ആണോ അപ്ഡേറ്റഡ് ആണോ ഇന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കൺഫേം ചെയ്യണം. Review the software documents, software validation activities, software change controls and software validation result to confirm that software will meet user need. അത് സോഫ്റ്റ്വെയറിൻ്റെ ടേംസിലാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം എന്താണ് ഇത് നമ്മുടെ യൂസറിൻ്റെ നീഡിനനുസരിച്ച് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം. നെക്സ്റ്റ് ഇൻസ്പെക്ഷൻ ഇൻ മെറ്റീരിയൽസ്. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു റോ മെറ്റീരിയൽ പ്രീ പ്രൊഡക്ഷൻ റോ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി. ദെൻ hence inspection should be examined the analysis of materials including purity test, quality charts, different analysis ചെയ്യണം. Inspect if the methods for analyzing the purity were validated ആണോ നോക്കണം.
അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മെറ്റീരിയൽസിൽ വരുന്നത്. Man അല്ലെങ്കിൽ human resource, last one. Verify that personnel have been qualified to implement validated process or appropriately trained to implement process which yield results that can be fully verified. അപ്പോൾ ആളെ എടുക്കുകയാണ്, വർക്കറിനെ എടുക്കുകയാണെങ്കിൽ അദ്ദേഹം വെരിഫൈ ചെയ്യേണ്ട എന്താണ്, ആ വർക്കർ എന്താണ് ക്വാളിഫൈഡ് ആണോ, ഈ പ്രോസസ്സ് ചെയ്യാൻ ട്രെയിൻഡ് ആണോ എന്നുള്ള കാര്യങ്ങൾ വെരിഫൈ ചെയ്യണം. കൺഫേം ദാറ്റ് ദ എംപ്ലോയീസ് ഹാവ് കംപ്ലീറ്റ് നോളജ് ഓഫ് ദി ഡിവൈസസ് പ്രോസസ്. അപ്പോൾ എംപ്ലോയീസിന് ഇതിൻ്റെ ഈ ഒരു ഡിവൈസ് മാത്രമല്ല പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് അദ്ദേഹത്തിന് നോളജ് ഉണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യുക. കൺഫേം ദാറ്റ് എംപ്ലോയീസ് ആർ അവെയർ ഓഫ് ദി ഡിവൈസ് ഡിഫക്ട്സ് ദാറ്റ് മേ occur as the result of improper performance. എംപ്ലോയീസിന് ഈ കാര്യവും അവെയർ ആയിരിക്കുന്നതെന്ന് കൺഫേം ചെയ്യണം. അതായത് ഡിവൈസിന് ഡിഫക്റ്റ് വന്നാൽ ദാറ്റ് മേ കോസ് occur as a result of improper performance. അതൊക്കെ അങ്ങനെ വരികയാണെങ്കിൽ ഡിവൈസ് ഡിഫക്റ്റ് ആകും ഉള്ള കാര്യങ്ങൾ അറിയാമോ. കൺഫേം ദാറ്റ് ദ എംപ്ലോയീസ് കണ്ടക്ടിങ് QC ടെസ്റ്റ് ആർ അവെയർ ഓഫ് ദി ഡിഫക്ട്സ് ആൻഡ് എറേഴ്സ് ദാറ്റ് മേ ബി എൻകൗണ്ടേർഡ് വൈൽ പെർഫോമിംഗ് ദ റെസ്പോൺസിബിലിറ്റി. ആ കാര്യം എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്യുക. അപ്പം നമുക്ക് വരുന്ന വർക്കേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്യുക. ഈ പ്രോസസ്സ് ചെയ്യാൻ ഓക്കെ ആണോ, ഈ ഡിവൈസ് വർക്ക് ചെയ്തിട്ടുണ്ടോ, അപ്പോൾ ഇതിന് എന്തെങ്കിലും ഡിഫക്റ്റ് വരികയാണെങ്കിൽ അതിനെക്കുറിച്ച് അവെയർ ആണോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും. ഇതെല്ലാം ഈ ഒരു QCക്ക് വേണ്ടി എടുക്കുന്ന ഒരാൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. Then final inspection. നമ്മൾ പ്രീ പ്രൊഡക്ഷൻ ഇൻസ്പെക്ഷൻ പറഞ്ഞു, ഇൻ പ്രോസസ് ഇൻസ്പെക്ഷൻ പറഞ്ഞു, അതായത് പ്രോസസ്സ് നടക്കുന്ന സമയത്തുള്ള ഇൻസ്പെക്ഷൻ. അവസാനം ഫൈനൽ ഇൻസ്പെക്ഷൻ. ഇനി നമ്മൾ പ്രീ ഷിപ്മെന്റ് ഇൻസ്പെക്ഷൻ എന്ന് പറയാം. അതായത് ഷിപ്മെന്റ് നമ്മൾ കയറ്റി അയക്കാൻ പോവുകയാണ് നമ്മളെ പ്രോഡക്റ്റിനെ, അപ്പം അതിന് മുമ്പേ ഉള്ള ഇൻസ്പെക്ഷനാണ് പ്രീ ഷിപ്മെന്റ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. ദിസ് ഇസ് ദ മോസ്റ്റ് പോപ്പുലർ ടൈപ്പ് ഓഫ് QC ഇൻസ്പെക്ഷൻ ഫോർ ഇമ്പോർട്ടേഴ്സ്. അല്ല, ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന് മുമ്പ് എന്ത് ചെയ്യുന്നു, ഇൻസ്പെക്ട് ചെയ്യുന്നു. It takes place once all the products are finished and ready for shipment. ഇതെല്ലാം കഴിഞ്ഞ് ഷിപ്മെന്റ് റെഡി ആകുമ്പോഴാണ് നമ്മൾ ഈ ഒരു ഫൈനൽ ഇൻസ്പെക്ഷൻ നടത്തുന്നത്. The samples are drawn in a random manner and this can be representative of the whole batch. അപ്പോൾ ഏതെങ്കിലും ഒരു സാമ്പിളിൽ നിന്നും എടുക്കാം. അതായത് കംപ്ലീറ്റ് സാധനവും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഓരോ ബാച്ചിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതെങ്കിലും ഒരു സാമ്പിൾ നമ്മൾ എടുത്താൽ മതി. സോ നമ്മൾ ഓൾ ബാച്ചിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് സാമ്പിൾ എടുക്കുക, ചെക്ക് ചെയ്യുക, അത് നമ്മുടെ കൺഫേംഡ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസുമായിട്ട് മാച്ചിങ് ആണോ നോക്കുക. Statistical quality control. It is a technique for controlling quality of the product using a set of statistical tools. Statistical tools ആയിട്ട് നമുക്ക് മാത്തമാറ്റിക്കലി നമുക്ക് ക്വാളിറ്റി കൺട്രോൾ ചെക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് മെത്തേഡാണുള്ളത്. Then statistical process control. This summarizes collection of data, makes use of control chart. Then second one is acceptance sampling. Different techniques ആണ് കേട്ടോ. അതായത് നമുക്ക് ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ ടൂളുകളാണ്. അപ്പം ഇതില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഫിഷ് ബോൺ ഡയഗ്രാം എന്ന് പറഞ്ഞ കാര്യമുണ്ട്, കോസ് എഫക്റ്റ് ഡയഗ്രാം എന്നും പറയും. അപ്പം അത് ഒരു ഇതാണ്. അതുപോലെ ഒന്നാണ് കൺട്രോൾ ചാർട്ടുകൾ. Primary purpose of control chart is to indicate when production process might have changed sufficiently to affect product quality. If the indication is that product quality has deteriorated, corrective is taken. അപ്പോൾ കൺട്രോൾ ചാർട്ട് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ പ്രോഡക്റ്റ് ക്വാളിറ്റിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഫിഗർ നോക്കി അറിയാം. അപ്പം സാമ്പിൾ നമ്പർ താഴെ എക്സിലും വൈ എക്സിലും ക്വാളിറ്റി സ്കെയിലാണ്. അതിൽ ഒന്ന് ലോ LCL ഉണ്ട്, അതായത് ലോവർ കൺട്രോൾ ലിമിറ്റ്, മറ്റേത് UCL അപ്പർ കൺട്രോൾ ലിമിറ്റ്. അപ്പോൾ അതിന് മുകളിലോട്ട് വേണമെങ്കിൽ ഔട്ട് ഓഫ് കൺട്രോൾ ആണ്. അതുപോലെ തന്നെ ലോവർ കൺട്രോൾ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ താഴോട്ട് ഔട്ട് ഓഫ് കൺട്രോൾ പോയാൽ നമുക്കൊന്ന് മെഷർമെന്റ് എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒന്നുകിൽ ആവറേജ് ആയിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം, അപ്പർ കൺട്രോൾ ലിമിറ്റിന്റെ അടുത്തായിരിക്കും. അപ്പോൾ ഇതിന് മുകളിലോട്ടും പോകാൻ പറ്റില്ല, താഴോട്ടും പോകാൻ പറ്റില്ല.
So compare attributes, number of defectives in a sample or variables that can be measured on continuous scale. Wait, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ക്യാരക്ടറിസ്റ്റിക്സും എടുത്ത് നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാൻ പറ്റും, ഗ്രാഫ് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റും. Acceptance sampling or sampling inspection. It is the process of evaluating portion of a product material in a lot for the purpose of accepting or rejecting the lot as either conforming or not conforming to the quality specification. Acceptance plans identifies the size of sample, types of sample, decision criteria used to either accept or reject the lot. Samples may be either single, double or sequential. It is the process of evaluating portion of the product material in a lot for the purpose of, അതായത് നമ്മൾ ഒരു സാമ്പിൾ എടുക്കുക, അത് തന്നെയാണ് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റിൽ നിന്ന് സാമ്പിൾ എടുക്കുക, അത് നമ്മളെ കൺഫർമേഷൻ സ്പെസിഫിക്കേഷനായിട്ട് കൺഫേം ആണോ എന്ന് നോക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് മെഷേഴ്സ് എടുക്കുക, കൺഫേം ആണെങ്കിൽ നമുക്ക് we can continue with our business. ഇതാണ് സിംഗിൾ സാമ്പിളിംഗ് പ്ലാൻ. വളരെ ഈസിയാണ്. ഒരു ലോട്ടിൽ നിന്ന് നമ്മൾ റാൻഡമായിട്ട് സാമ്പിൾ എടുക്കുന്നു, അതിലെന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടോ എന്ന് നോക്കുക. ആ സാമ്പിളിൽ നമ്പർ ഓഫ് ഡിഫക്ട്സ് exceeds C, accept the lot. If defection exceeds C, നമ്മൾ ഒരു ബെഞ്ച് മാർക്ക് വെച്ചിട്ടുണ്ട്, ഇത്രയാണ് ഡിഫക്റ്റ്. ഇതിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യും. അതിൽ താഴെയാണ് നിൽക്കുന്നതെങ്കിൽ, ഇവിടെ C എന്നാണ് പറഞ്ഞത്, അതിൻ്റെ താഴെയാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ലോട്ടിനെ accept ചെയ്യും. ഇത് ബേസിക് സിമ്പിൾ സാമ്പിളിംഗ് എന്ന് പറയും. ഇത് നമ്മൾ രണ്ട് സാമ്പിൾസ്, അതാണ് ഡബിൾ സാമ്പിളിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. ചാർട്ട് നോക്കാൻ നമുക്കറിയാം. ഡിറ്റർമിൻ നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സ് ഇൻ ദി സാമ്പിൾ. Defectives do not exceed C1, accept the defectives equal or exceed R1, reject the lot. Defectives exceed C1 but less than R1, draw another sample. അപ്പോൾ രണ്ട് കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ രണ്ട് പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ സാമ്പിൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നോക്കുന്നതിനാണ് ഡബിൾ സാമ്പിളിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. Then sequential multiple sampling എന്ന് പറയും. It is the extension of double sampling plan. At each stage of sampling, the cumulative results are analyzed to take a decision of accepting or rejecting the lot. If no final decision can be taken at any stage, then another sample is drawn to take further decision. നമ്മുടെ ഇത് തന്നെയാണ് ഡബിൾ സാമ്പിളിങ്ങിന്റെ ഒരു വേറൊരു രീതിയാണ്. Then quality audit. ISO defines audit as a systematic and independent examination to determine whether quality activities are and the related results comply with the planned arrangement and whether these are implemented effectively and are suitable to achieve objective. വേറെയല്ല, ക്വാളിറ്റി ഓഡിറ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്വാളിറ്റി ആക്ടിവിറ്റീസും മറ്റു കാര്യങ്ങളും നമ്മളെ ഒബ്ജക്റ്റീവ്, അതായത് നമ്മളുടെ ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്താണ് നമ്മൾ ക്വാളിറ്റി ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ, ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓഡിറ്റ് ചെയ്യുക എന്ന് പറയും. അതാണ് അതിൻ്റെ നമ്മൾ സാധാരണ ഓഡിറ്റ് ചെയ്യുന്നത്. നമ്മളെന്താണ് നമ്മുടെ എക്സ്പെൻസും നമ്മുടെ റവന്യൂ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഓഡിറ്റ് നോക്കുന്നത്. ഇതെന്ന് പറയുന്നത് ക്വാളിറ്റി ഓഡിറ്റാണ്. സോ ഇറ്റ് ചെക്സ് ഇഫ് ക്വാളിറ്റി സിസ്റ്റം. എന്താണ് ക്വാളിറ്റി ഓഡിറ്റ് ചെക്ക് ചെയ്യുന്നത്? ഇറ്റ് ചെക്സ് ഇഫ് ക്വാളിറ്റി സിസ്റ്റം ആൻഡ് പ്രൊസീജിയേഴ്സ് ആർ free from congenital defects, are capable of achieving and maintaining standards of quality chosen by enterprise or customers, being adhered to and compiled with the day-to-day work. ഇപ്പോൾ ഇതൊക്കെയാണ് ക്വാളിറ്റി ഓഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറെ ഒന്നുമില്ല, ഈ ഒരു എക്സാമിനേഷനാണ്, നമ്മൾ ഓഡിറ്റിംഗ് ചെയ്യുന്നതാണ്. ക്വാളിറ്റി ആക്ടിവിറ്റീസും അതിൻ്റെ റിസൾട്ട് എല്ലാം നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തതനുസരിച്ച് അല്ലെങ്കിൽ നേരത്തെ നമ്മളുടെ കയ്യിലുള്ള സ്പെസിഫിക്കേഷൻസിന് അനുസരിച്ച് നമുക്ക് കിട്ടിയതാണോ, ഈ കാര്യങ്ങൾ നോക്കുന്നതിന് ക്വാളിറ്റി ഓഡിറ്റ് എന്ന് പറയുന്നത്. Prior to writing auditing report, auditor explains the observation to auditee. അപ്പം ഓഡിറ്റിംഗ് റിപ്പോർട്ട് എഴുതും മുമ്പേ ഓഡിറ്റർ എന്ത് ചെയ്യുന്നു, നമ്മളിത് മെയിൻ ഓഡിറ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഇവിടുത്തെ ഇന്റേണൽ ഓഡിറ്റ് ചെയ്ത ആളോട് ഇതിന്റെ ഡീറ്റെയിൽസ് പറയും. കറക്റ്റീവ് മെഷേഴ്സ് ആർ
to be taken are proposed. എന്തൊക്കെ corrective measures വേണമെന്ന് നമ്മളോട് propose ചെയ്യും ഈ energy audit ചെയ്യുന്നത്. Audit report are written in standard format which contain area audited, dates of audit, persons contacted, commendable features and recommendation. Audit report standard formatലാണ് അതിലെല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നു. The report must contain status of implementation of pending corrective measures as per the previous audit. എന്തെങ്കിലും പെൻഡിങ് ആയിട്ടുള്ള അതായത് പ്രീവിയസ് ആയിട്ടുള്ള ഓഡിറ്റിൽ നമ്മൾ പറഞ്ഞിട്ട് പെൻഡിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യണം, അതിനെ കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ. സോ കൺക്ലൂഷൻ ഇതാണ്, ക്വാളിറ്റി ഈസ് എ നെവർ എൻഡിങ് പ്രോസസ്. ഇൻക്രീസ് ഇൻ ക്വാളിറ്റി ഇൻക്രീസസ് പ്രൊഡക്ഷൻ, ഡിക്രീസസ് കോസ്റ്റ് ആൻഡ് നമുക്ക് നേരത്തെ പറഞ്ഞു എന്തുകൊണ്ട് നമ്മൾ ക്വാളിറ്റി സിഗ്നിഫിക്കൻ്റ് ആണെന്നുള്ള കാര്യം. Then thus quality control and inspection form an integral part of the company's management. അത് മെയിൻലി ഇത്രയാണ്. ക്വാളിറ്റി കൺട്രോൾ ആൻഡ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രോഡക്റ്റ് നമ്മുടെ കസ്റ്റമറിന് വേണ്ടിയാണ് നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നീഡിനും റിക്വയർമെൻറ്റിനും ഒക്കെ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് എടുക്കുമ്പോൾ ഇറ്റ് ഷുഡ് ബി കംപ്ലൈ വിത്ത് ഓൾ ദി അതർ തിങ്. അതായത് നമ്മളിപ്പോൾ കസ്റ്റമറിൻ്റെ നീഡിനും പ്രിഫറൻസിനും അനുസരിച്ചിട്ടാണ് നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ റോ മെറ്റീരിയലിലും അതിൻ്റെ ഇൻ പ്രോസസ്സിലും അവസാന ഔട്ട്പുട്ട് കിട്ടുന്ന പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ അനലൈസ് ചെയ്യുന്നു. അപ്പോൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പ്രിഫേർഡ് ആയിട്ടൊരു എന്തുണ്ട്, ഒരു ചാർട്ട് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബുക്ക്ലെറ്റ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ടൊരു ഫുൾ സ്പെക്ക് കാണും. ആ സ്പെക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, കറക്റ്റീവ് മെഷേഴ്സ് എടുക്കുക, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു ക്വാളിറ്റി കൺട്രോൾ ആൻഡ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നമ്മൾ ബേസിക് ആയിട്ട് പറയുന്നത്. So thank you guys, thank you for watching my video. Please subscribe my YouTube channel. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ IEOയുടെ ഹോൾ ടിക്കറ്റും എല്ലാവർക്കും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് എല്ലാവരുടെയും പേഴ്സണൽ ആയിട്ടുള്ള പ്രൊഫൈലിൽ വന്ന് കാണാം. സോ ഓക്കെ, താങ്ക് യു.